ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ സാജൻ സക്രിയ തൊടുത്തുവിട്ട കള്ളപ്രചരണങ്ങൾ നടക്കുകയാണ്. മമ്മൂട്ടിക്ക് ക്യാൻസറാണെന്നും മമ്മൂട്ടി അപ്പോളോ ആസ്പത്രിയിൽ നാളെ തൊട്ട് റേഡിയേഷൻ നടക്കാൻ പോവുകയാണ്, ദുൽഖർ ഷൂട്ടിംഗ് നിർത്തിവെച്ച് വന്നെന്നും എല്ലാം സാജൻ സക്കറിയ പടച്ചുവിട്ട വാർത്ത കേട്ട് എല്ലാ യൂട്യൂബേഴ്സും ആഘോഷിക്കുകയായിരുന്നു. സത്യത്തിൽ മമ്മൂട്ടി പുറത്തുവിട്ട വിവരമനുസരിച്ച്, ദുൽഖറും പുറത്തുവിട്ട വിവരമനുസരിച്ച് അദ്ദേഹം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ചിത്രത്തിൽ ഇട്ടിട്ടില്ല. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായി ശ്രീലങ്കയിലും ആയിരുന്നു. റംസാൻ നോമ്പെടുക്കുന്ന ആളാണ് മമ്മൂട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം റംസാനായിട്ട് ദുൽഖറിൻ്റെ ചെന്നൈയിലുള്ള വീട്ടിൽ ദുൽഖറും ഭാര്യയും അവർ കുടുംബസമേതം വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതാണ്. പിന്നെ ബസൂക്കയുടെ പ്രമോഷനിലും അദ്ദേഹത്തിന് ഇല്ലാത്ത ക്യാൻസർ ഉണ്ടാക്കി ഈ സാജൻ സക്രിയ യൂട്യൂബ് തൊടുത്തുവിട്ട വാർത്ത എല്ലാ യൂട്യൂബേഴ്സും ആഘോഷിക്കുകയായിരുന്നു. സത്യമല്ലാത്ത വാർത്ത പ്രചരിപ്പിക്കുന്നത് വളരെ ഒരു തെറ്റായ കാര്യമാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഹാർട്ട് ഓപ്പറേഷൻ, കണ്ണ് ഓപ്പറേഷൻ, അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി, ഇതെല്ലാം മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് അസുഖം വന്നുകൂടാ എന്നൊന്നുമില്ല. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവാനാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പള്ളി ചാനൽ നോക്കുന്നു. മമ്മൂട്ടിയായാലും മോഹൻലാലായാലും നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനുള്ളിൽ ഒരു മാനസിക വിഷമം ഉണ്ടാകും. അത് തീർച്ചയായും എല്ലാ മലയാളികൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദീർഘായുസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ.